عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ളയുടെ ലത്വായിഫുൽ മആരിഫ് എന്ന കിതാബിലെ വളായിഫ് ഷഹ്രി റമളാൻ മാസത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നാം വായിക്കുന്നത്. അതിൽ മജ്ലിസു സാലിസ്, മൂന്നാമത്തെ മജ്ലിസിൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കുകയും അതിനുശേഷം ഇബ്ലീസ് ഏറ്റവും നിന്ദനാകുന്ന ഒരു സമയമാണ് റമളാൻ എന്നുള്ളത്. കാരണം റമളാനിൽ അത്രയും അധികം ഔദാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളുടെ മേലെ ചൊരിയുന്നുണ്ട് എന്നെല്ലാമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനെ തുടർന്നുകൊണ്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ള പറയുകയാണ്, അഥവാ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ മേലെ ചൊരിഞ്ഞിട്ടുള്ള മറ്റൊരു അനുഗ്രഹത്തെ പറ്റി പരാമർശിക്കുകയാണ്. അതടുത്ത ഫസ്ലിലേക്കുള്ള ഒരു ആരംഭം കൂടിയാണ്. ഇതിൻ്റെ അവസാനത്തിൽ പറയുന്നു, വഫി ലൈലത്തിൽ ഖദ്രി തൻതശിറുൽ മലായികതു ഫിൽ അർളി ഫയബ്തുലു സുൽത്താനു ശയാത്തീൻ. ലൈലത്തുൽ ഖദ്റിൽ മലക്കുകൾ ഭൂമിയിൽ വ്യാപിക്കുകയും പിശാചിൻ്റെ ആധിപത്യം, പിശാചിന് ഭൂമിയിലുള്ള ആ അധികാരം എന്താണോ അത് ബാത്തിലായി പോകുന്ന, നിരർത്ഥകമായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കമാ ഖാല തആല, അല്ലാഹു തആല സൂറത്തുൽ ഖദ്റിൽ പറഞ്ഞതുപോലെ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാമും ഇറങ്ങും ആ ദിവസത്തിൽ, ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അനുമതി പ്രകാരം, മിൻ കുല്ലി അംർ, എല്ലാവിധ കൽപ്പനകളുമായി. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ പ്രഭാതം ഉദിക്കുന്നത് വരെ അത് സമാധാനമായിരിക്കും, രക്ഷയായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ള പറയുകയാണ്, അബ്ശിറൂ യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾക്ക് സന്തോഷ വാർത്ത. ഫഹാദിഹി അബ്വാബുൽ ജന്നത്തി സമാനിയതു ഫി ഹാദ അശ്ശഹ്രി ലിഅജ്ലികും ഖദ് ഫുതിഹത്. ഇതാ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അതാ തുറക്കപ്പെട്ടിരിക്കുന്നു. വനസമാതുഹാ അലാ ഖുലൂബിൽ മുഅ്മിനീന ഖദ് നഫഹത്. അതിൻ്റെ ഇളം തെന്നൽ, അതിൻ്റെ ചെറിയ കാറ്റത മുഅ്മിനീങ്ങളുടെ കൽബിലേക്ക് അത് വീശിക്കൊണ്ടിരിക്കുന്നു. വഅബ്വാബുൽ ജഹീമി കുല്ലുഹാ ലിഅജ്ലികും മുഗ്ലഖ. നരകത്തിൻ്റെ കവാടങ്ങൾ അതാ നിങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ടതാണ്. വഖ്ദാമു ഇബ്ലീസ വദുദ്ദിയതിഹി മിൻ അജ്ലികും മൗസിഖ. അവിടെ ഇബ്ലീസിൻ്റെ കാലടികളും അതുപോലെ തന്നെ ഇബ്ലീസിൻ്റെ കൂട്ടരും സന്താനങ്ങളുമെല്ലാം നിങ്ങൾക്ക് വേണ്ടി ബന്ധിതരാക്കപ്പെട്ടിരിക്കുകയാണ്. ഫഫീ ഹാദ അശ്ശഹ്രി യുഖദു മിൻ ഇബ്ലീസ് ബിസ്സഅർ. ഈ മാസത്തിൽ അതാ ഇബ്ലീസിന് അവൻ്റെ പ്രതികാരമെന്നോണം അവനെ പിടിക്കപ്പെടുന്ന മാസമാണ്. വതുസ്തഖ്ലസുൽ ഉസാതു മിൻ അസ്രിഹി ഫമാ യബ്ഖാ ലഹും ഇൻദഹു ആഥാറുൻ. പാപികളായിട്ടുള്ള ആളുകളെ ആ ഇബ്ലീസിൻ്റെ കെണിയിൽ നിന്ന്, ഇബ്ലീസിൻ്റെ ബന്ദിയാകുന്ന അവസ്ഥയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അതിൻ്റെ ഒരു അടയാളമില്ലാതെ ആ ബന്ധനത്തിൽ നിന്ന് ആ പാപികളെ ഒഴിവാക്കുന്ന മാസമാണ്. കാനു അഫ്റാഹു ഖദ് ഗദ്ദാഹും ബിശ്ശഹവാതി ഫീ ഔകാരിഹി ഫഹജറുൽ യൗമ തിൽകൽ ഔകാർ. ഒരു സാഹിത്യപരമായിട്ട് ഉപയോഗിക്കുകയാണ്. കാനു അഫ്റാഹു ഖദ് ഗദ്ദാഹും ബിശ്ശഹവാത്ത്. അവരവരുടെ ഇച്ഛകൾ കൊണ്ട് പോഷിപ്പിച്ചെടുത്ത അവരുടെ അഫ്രാഹ് എന്ന ചെറിയ കിളികൾക്കൊക്കെ പറയും, ആ കിളികൾ ഫി ഔക്കാരിഹി, അതിൻ്റെ കൂട്ടിനകത്തുള്ളത്, ഫഹജറുൽ യൗമ തിൽകൽ ഔക്കാർ, ആ കൂടുകൾ ഒഴിവാക്കി അത് വിട്ടുപോകുന്നു. അതായത് ആ ഇച്ഛകൾ കാരണത്താൽ, ശഹ്വത്തുകൾ കാരണത്താൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നു. നഖദു മആഖില ഹുസൂനിഹി ബിമആവിലി തൗബത്തി വൽ ഇസ്തിഗ്ഫാർ. അതിൻ്റെ കോട്ടയെ, അഥവാ ശഹ്വത്തിൻ്റെ കോട്ടയുടെ ആ മതിലുകളെ തൗബയുടെയും ഇസ്തിഗ്ഫാറിൻ്റെയും മഴുകൊണ്ട് പൊളിച്ചു കളയുന്നു, തകർക്കുന്നു. ഖറജു മിൻ സിജ്നിഹി ഇലാ ഹിസ്നി തഖ്വ വൽ ഈമാനി ഫഅമിനു മിൻ അദാബിന്നാർ. ആ ശഹ്വത്തിൻ്റെ തടവറയിൽ നിന്ന് അവരതാ തഖ്വയുടെയും ഈമാനിൻ്റെയും
പിന്നെ സംരക്ഷണ കവചത്തിലേക്ക് അവർ പുറപ്പെടുന്നു. ഫാമിനു മിൻ അദാബിന്നാർ, അങ്ങനെ നരകശിക്ഷയിൽ നിന്ന് അവർ സുരക്ഷിതരാകുന്നു. ഖസമു ദഹ്റഹു ബികലിമത്തി തൗഹീദ് ഫഹുവ യശ്കു അലമൽ ഇൻകിസാർ, ആ പിശാചിൻ്റെ മുതുകിനെ തകർത്ത് കളയുന്നു കലിമത്തു തൗഹീദ് കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട്. പിശാചത ഏറ്റവും തകർന്ന നിലയിൽ പരാതിപ്പെടുന്നു. ഫികുല്ലി മൗസിമി മിൻ മവാസിമിൽ ഫദ്ലി യഹ്സനു വഫീ ഹാദാ അശ്ശഹ്രി യദ്ഉ ബിൽ വൈലി വസ്സുബൂർ, എല്ലാ മഗ്ഫിറത്തിൻ്റെയും ഫദ്ലിൻ്റെയും എല്ലാം കാലത്തിൽ പിശാച് ദുഃഖിതനാണ്, അവൻ അങ്ങേയറ്റം ദുഃഖിതനാകുന്നു. പക്ഷേ ഈ മാസത്തിൽ പ്രത്യേകം നിലവിളിച്ചുകൊണ്ട് അവൻ പോവുകയാണ്. ലിമാ യറാ മിൻ തനസ്സുലിർ റഹ്മത്തി വ മഗ്ഫിറത്തിൽ ഔസാർ, അതിനുള്ള കാരണം എന്താണ്? ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന കാരുണ്യവും പാപമോചനവും വീണ്ടും ഇരട്ടികളായി അല്ലെങ്കിൽ ധാരാളമായി ഇറങ്ങുന്ന കാരുണ്യവും മഗ്ഫിറത്തും കണ്ട്. ഗലബ ഹിസ്ബുർ റഹ്മാനി വഹറബ ഹിസ്ബു ഷൈത്താൻ, ഷൈത്താനിൻ്റെ കൂട്ടരത ഭയപ്പെട്ടോടുന്നു, അള്ളാഹുവിൻ്റെ റഹ്മാനിൻ്റെ സംഘമത വിജയിച്ചടക്കുന്നു. ഫമാ ബഖിയ ലഹു സുൽത്താനുൻ ഇല്ലാ അൽ കുഫാർ, പിന്നെ പിശാചിന് ബാക്കിയുള്ള ആധിപത്യം എന്ന് പറഞ്ഞാൽ കുഫാറുകളുടെ മേലെ മാത്രമാണ്. ഉസില സുൽത്താനുൽ ഹവ വസാറത്തി ദൗലത്തിൽ സുൽത്താനി തഖ്വ, ഹവയുടെ ആധിപത്യം ഒഴിവായിക്കൊണ്ട് അവിടെ ആധിപത്യം തഖ്വയുടേതായി തീർന്നിരിക്കുന്നു. എന്നിട്ട് സൂറത്തുൽ ഹശർ 2-ാമത്തെ ആയത്ത് കൊടുക്കുകയാണ്, ഫഅ്തബിറു യാ ഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ളവരെ നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുക എന്ന് പറയുകയാണ്. അഥവാ ഈ റമളാനിൻ്റെ ഫളിനെ പറ്റി പറഞ്ഞ ഹദീസുകളുടെ ആശയവും ആ കാര്യങ്ങളെല്ലാം ഒരു സാഹിത്യപരമായ രീതിയിൽ അതിൻ്റെ മഹത്വത്തെ അറിയിക്കുന്ന, പിശാചിന് എത്രത്തോളം അത് ക്ഷീണമുണ്ടാക്കും എന്നറിയിക്കുന്ന രീതിയിൽ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റമളാൻ നമുക്കുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഒരവസരമാണ് എന്നറിയിക്കാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, നന്മകളിലേക്ക് മുന്നേറാൻ, പുതിയ ശീലങ്ങൾ, നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, മോശപ്പെട്ട ശീലങ്ങൾ ഒഴിവാക്കാൻ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗബയും ഇസ്തിഗ്ഫാറും പ്രതീക്ഷിക്കാൻ, പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനെ തുടങ്ങി എല്ലാ നിലക്കും വലിയ മാറ്റത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരമാണ് റമളാൻ എന്നുള്ളത്. എന്നിട്ട് ചില ബൈറ്റുകൾ കൊടുക്കുന്നുണ്ട് ഇബ്നു റജബ്. യാ നദാമായി സഹൽ ഖൽബു സഹാ ഫത്രുദു അന്നി സിബ വൽ മർഹ, എൻ്റെ ഖേദമേ കൽബത നന്നായിക്കൊണ്ടിരിക്കുന്നു, എന്നിൽ നിന്ന് ചെറുപ്പത്തിൻ്റെ ആവേശവും അതുപോലെ തന്നെ ആ നിലയിലുള്ള ആനന്ദം ആസ്വദിച്ച് നയിക്കുന്നതെല്ലാം ഒഴിവാകട്ടെ. ഹസമൽ അഖ്ലു ജുനൂദൻ ലിൽ ഹവാ ഫാസിദി ലാ തഅജബു ഇൻ സലഹ, അതാ ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഹവയുടെ സൈന്യത്തെ അത് തകർത്ത് കളയുന്നു, പിഴച്ച ഹവയുടെ സൈന്യത്തെ. ആ കൽബ് നന്നായാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. സജറൽ ഹഖ് ഫുആദി ഫാഖൽ ഖൽബു മിന്നി വസഹ, അതാ ഹക്ക് വന്നെത്തിയത് കൊണ്ട് എൻ്റെ കൽബ് ഭയപ്പെടുന്ന അവസ്ഥയിലാക്കിയിട്ടുണ്ട്. ഹക്ക് കൽബിനെ അങ്ങനെ മാറ്റിയിട്ടുണ്ട്, കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ആ കൽബ് അതാ വീണ്ടും നല്ല രീതിയിലാകുന്നു. വസഹ, നന്നായിക്കൊണ്ട്. ബാദിറു തൗബത മിൻ ഖബ്ലിർ റദാ ഫമുനാദിഹി യുനാദീനൽ വഹാ, ഇത് പോകുന്നതിന് മുമ്പ്, മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തൗബയിലേക്ക് ധൃതിപ്പെടുക. അതാ വിളിക്കുന്ന ആൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, വേഗം വേഗം യാത്ര പുറപ്പെടുക എന്ന നിലക്ക്. അഥവാ മാറ്റത്തിനുള്ള സമയമാണ്. ഏറ്റവും നല്ല രീതിയിൽ ഖൽബിനെ മാറ്റിയെടുക്കണം, ജീവിതത്തെ മാറ്റിയെടുക്കണം എന്നറിയിക്കുകയാണ്. അടുത്ത മജ്ലിസ് അൽ മജ്ലിസു റാബിഅ, 4-ാമത്തേത് ഫി ദിക്രിൽ ആശിറിൽ അവാഖിർ മിൻ റമളാൻ, റമളാനിൻ്റെ അവസാനത്തെ 10മായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മൾ പ്രവേശിക്കുന്നതിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് റമളാനിൻ്റെ അവസാന 10ലേക്കുള്ളത്. ആ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നറിയിക്കുന്ന കാര്യങ്ങൾ. ഫി സഹീഹൈൻ, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, അൻ ആയിഷത റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, ഖാലത്ത്, അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 കഴിഞ്ഞാൽ ശദ്ദ മിദ്റഹു വ അഹ്യാ ലൈലഹു വ അയ്ഖദ അഹ്ലഹു, അവിടുത്തെ അരക്കെട്ട് മുറുക്കുകയും രാത്രിയെ ജീവിപ്പിക്കുകയും അവിടുത്തെ കുടുംബത്തെ രാത്രിയിൽ ഇബാദത്തിന് എഴുന്നേൽപ്പിക്കാറുമുണ്ട്. ഹാദാ ലഫ്ദുൽ ബുഖാരി, ഇത് ബുഖാരിയിൽ വന്നിട്ടുള്ള ലഫ്ദാണ്. വലഫ്ദു മുസ്ലിമിൻ, മുസ്ലിമിൻ്റെ ലഫ്ദിൽ അഹ്യൽ ലൈല വ അയ്ഖദ അഹ്ലഹു വജദ്ദ വശദ്ദൽ മിദ്റ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതോടൊപ്പം നന്നായി പരിശ്രമിക്കുമായിരുന്നു എന്നുള്ളതും കൂടി ചേർത്തിട്ടുണ്ട്. വഫി റിവായത്തിൻ ലി മുസ്ലിമിൻ അൻഹാ ഖാലത്ത് കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മുസ്ലിമിൻ്റെ മറ്റൊരു റിവായത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി, മറ്റൊരു സന്ദർഭത്തിലും പരിശ്രമിക്കാത്ത രീതിയിൽ
ഇബാദത്തിൽ ഈ അവസാനത്തെ 10 ഇജ്തിഹാദ് ചെയ്യാറുണ്ടായിരുന്നു. كان النبي صلى الله عليه وسلم يخص العشر الأواخر من رمضان بأعمال لا يعملها في بقية الشهر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അവസാനത്തെ 10 പ്രത്യേകമായി കൊണ്ട് പരിശ്രമിക്കാറുണ്ടായിരുന്നു. ബാക്കിയുള്ള റമദാനിലെ തന്നെ ഈ ബാക്കിയുള്ള സമയത്തൊന്നും ചെയ്യാത്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ റമദാനിൻ്റെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞതുപോലെ ഏതൊരു കാര്യത്തിൻ്റെയും ഫضൽ അറിയിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു സമയത്തിൻ്റെയും അവസാനത്തിലായിരിക്കും കൂടുതൽ ഫضൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 3 10കളിൽ അവസാനത്തെ 10ലാണ് കൂടുതൽ പ്രത്യേകതയുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആ സമയത്ത് പരിശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഷിദ്ദം ഇദറ വഹ്യ ലൈല വയഖള അഹ്ലഹു. അവിടുത്തെ അരക്കെട്ടം മുറുക്കാറുണ്ട്, രാത്രിയെ ജീവിപ്പിക്കാറുണ്ട്, കുടുംബത്തെ എഴുന്നേൽപ്പിക്കാറുണ്ട്. ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഫമിൻഹ അതിൽപ്പെട്ടതാണ് ഇഹ്യാ ഉല്ലൈൽ, അഥവാ അവസാനത്തെ 10 ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നാം ചെയ്യേണ്ട അമലുകളിൽ പെട്ടതാണ് ഇഹ്യാ ഉല്ലൈൽ, രാത്രിയെ ജീവിപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ സംവിധാനിച്ചിട്ടുള്ളത് മനുഷ്യന് വിശ്രമിക്കാനും ഉറങ്ങാനും എല്ലാമുള്ള കാര്യത്തിനാണ്. പകലിനെ സംവിധാനിച്ചിട്ടുള്ളത് അവനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടാനും അന്വേഷിക്കാനും അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ രാത്രിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ 10 പ്രത്യേകം ജീവിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഫയുഹ്തമലു അന്നൽ മുറാദ ഇഹ്യാഉൽ ലൈലി കുല്ലിഹി, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അതിനെപ്പറ്റി ഉലമാക്കൾ പറയാറുള്ളത്, ഒന്നൊരു ഇഹ്തിമാൽ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി എടുക്കാറുള്ളത് ഇഹ്യാഉൽ ലൈലി കുല്ലിഹി, രാത്രിയെ മുഴുവൻ ജീവിപ്പിക്കുക, അഥവാ ഉറങ്ങാതെ രാത്രി മുഴുവൻ വ്യത്യസ്തമായിട്ടുള്ള ഇബാദത്തുകളിൽ, നിസ്കാരമാവട്ടെ അല്ലെങ്കിൽ ദിക്ർ ആവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, അതുപോലെയുള്ള ഏതൊരു ഇബാദത്തിലാവട്ടെ അതിലായിക്കൊണ്ട് രാത്രി മുഴുവൻ ജീവിപ്പിക്കുക എന്നുള്ളത്, രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇബാദത്തിൽ മുഴുകുക. വയഹ്തമലു അൻ യുരീദ ബി ഇഹ്യാഇൽ ലൈലി ഇഹ്യാ ഗാലിബിഹി, മറ്റൊരു അഭിപ്രായ പ്രകാരം അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് രാത്രിയുടെ ഭൂരിഭാഗവും, രാത്രിയുടെ അധിക സമയവും എന്താവുക, ഉറക്കം ഇല്ലാതെ ഒഴിവാക്കി ഇബാദത്തിൽ മുഴുകുക. കുറച്ചൊക്കെ ക്ഷീണവും മറ്റും മനുഷ്യനുണ്ടാകുമ്പോൾ കുറച്ചൊക്കെ ഉറങ്ങാം, പക്ഷേ ഭൂരിഭാഗവും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഭൂരിഭാഗവും ഉറക്കം ഒഴിവാക്കി ഇബാദത്തിൽ മുഴുകുന്ന അവസ്ഥ. ويؤيده ما في صحيح مسلم عن عائشة قالت ما علمه صلى الله عليه وسلم قام ليلة حتى الصباح. ഇതിൽ രണ്ടാമത്തെ അഭിപ്രായം, അഥവാ രാത്രിയുടെ ഭൂരിഭാഗവും ഉണരുക എന്നുള്ളതിനെ ബലപ്പെടുത്തുന്ന ഒരു ഹദീസ് സഹീഹ് മുസ്ലിമിൽ കൊടുത്തിട്ടുണ്ട്. മാ അലമുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ലൈലത്തൻ ഹത്ത സ്വബാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹി വരെ അല്ലെങ്കിൽ പ്രഭാതം വരെ നിന്ന് നിസ്കരിച്ചിരുന്നു, അല്ലെങ്കിൽ രാത്രിയെ ജീവിപ്പിച്ചിരുന്നു, ആ രീതിയിലുള്ള ഒന്നും എനിക്കറിയില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹദീസിനെ പരിഗണിക്കുന്നതിൽ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു അടിസ്ഥാനമാണ്, ഒരു കാര്യം ചെയ്തിരുന്നു എന്ന നിലക്കും ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന നിലക്കും ഹദീസ് വന്നാൽ ചെയ്തിരുന്നു എന്നതിനെയാണ് പരിഗണിക്കുക. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ അറിയാത്തത് കൊണ്ടാകാം എന്ന നിലക്ക്. അപ്പോൾ രാത്രിയെ ജീവിപ്പിച്ചിരുന്നു എന്നുള്ള പൊതുവായ തത്വത്തിൽ രാത്രിയെ കൂടുതൽ ഉറക്കമൊഴിച്ചിരുന്നു അല്ലെങ്കിൽ ഉറങ്ങാതെ ഇബാദത്തിൽ മുഴുകിയിരുന്നു എന്നുള്ള അർത്ഥം അതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്നാൽ മനുഷ്യന് പലർക്കും പല രീതിയിലായിരിക്കും, ചിലർക്ക് അതിന് സാധിക്കും, ചിലർക്ക് അതിന് സാധിക്കില്ല. അപ്പോൾ കുറച്ചു നേരം ഉറങ്ങി പരമാവധി രാത്രിയെ ജീവിപ്പിക്കുക എന്നുള്ളത് അവസാനത്തെ 10 ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം ഇഅ്തികാഫ് ഉണ്ട് അവസാനത്തെ 10, അതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട്. അതുപോലെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മസ്ജിദുകളിൽ ആ സമയം ചിലവഴിച്ച് ഇബാദത്തിലായി മുഴുകുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന കാര്യമാണ്. വമിൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ അവസാനത്തെ 10 ഈ പ്രത്യേകമായ അമലുകളിൽ പെട്ട ഒന്നാണ് കാന യൂഖിദു അഹ്ലഹു ലിസ്സലാ, അവിടുത്തെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കാറുണ്ടായിരുന്നു നിസ്കാരത്തിന്. ഫി ലയാലിൽ അശ്രി ദൂന ഗൈരിഹി മിനൽ ലയാലി, ബാക്കിയുള്ള രാത്രികളെ പോലെ അല്ലാതെ അവസാനത്തെ 10 പ്രത്യേകം എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അവിടുന്ന് കുടുംബത്തെ എഴുന്നേൽപ്പിക്കാറുണ്ടായിരുന്നു, നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം എഴുന്നേൽപ്പിക്കാറുണ്ടായിരുന്നു. ഇത് സലഫുകൾ പലപ്പോഴും വളരെ ശ്രദ്ധിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു കുടുംബങ്ങളെ നിസ്കരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുക എന്നുള്ളത്. അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമായിട്ട് വേറെയും ചില ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്.
ഇവിടെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുകയാണ്, ഖാല സുഫ്യാനു തൗരി റഹിമഹുള്ള പറഞ്ഞു, അഹബ്ബു ഇലയ്യ ഇദാ ദഖലൽ അശ്റുൽ അവാഖിറു, അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നാൽ അൻ യതഹജ്ജദ ബില്ലൈലി വയജ്തഹിദ ഫീഹി, ആ രാത്രികളിൽ ഉറക്കമൊഴിച്ച് നിസ്കരിക്കുക എന്നുള്ളതും ധാരാളം കഠിനമായി പരിശ്രമിക്കുക എന്നുള്ളതുമാണ്. വയുൻഹിദ അഹ്ലഹു വവലദഹു ഇല സ്വലാത്ത് ഇൻ അതാഖു ദാലിക്, അതുപോലെ തന്നെ ഒരുവൻ അവൻ്റെ കുടുംബത്തെയും സന്താനങ്ങളെയും എല്ലാം അവർക്ക് കഴിയുമെങ്കിൽ, അവർക്ക് അതിനുള്ള താഖത്തുണ്ട് എങ്കിൽ ആ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ്. വഖദ് സഹ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സഹീഹായി വന്നിട്ടുണ്ട്, അന്നഹു കാന യത്റുഖു ഫാത്തിമത വ അലിയൻ ലൈലൻ ഫയഖൂലു ലഹുമാ, അവിടുന്ന് രാത്രി മകളായ ഫാത്തിമ ബിയുടെയും മരുമകൻ അലി റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക്, അവർ വേറെ താമസിക്കുകയാണ്, അവരുടെ വീട്ടിലേക്ക് രാത്രി പോവുകയും അവരോട് പറയുകയും ചോദിക്കുകയും ചെയ്യാറുണ്ട്, അലാ തഖൂമാനി ഫതുസല്ലിയാൻ, നിങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നില്ലേ, നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നു. വകാന യൂഖിദു ആയിഷത ബില്ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ രാത്രി നിസ്കരിക്കാൻ വിളിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ സുദീർഘമായത് നിസ്കരിക്കും, എന്നിട്ട് വിത്റാക്കാൻ നിൽക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയെ കൂടി വിളിക്കും. അവർക്ക് സുദീർഘമായി നിസ്കരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പക്ഷേ വിത്ർ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാറുണ്ട്. ഇദാ ഖളാ തഹജ്ജുദഹു വഅറാദ അൻ യൂതിറ, വിത്ർ ഉദ്ദേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിക്കാറുണ്ട്. വവറദ തർഗീബു ഫീ ഈഖാദി അഹദി الزوجين صاحبه للصلاة ونضح الماء في وجهه, അതുപോലെ തന്നെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മറ്റൊരാളെ രാത്രി നിസ്കാരത്തിന് വേണ്ടി വിളിക്കുകയും എന്നിട്ട് അവർ എഴുന്നേൽക്കുന്നില്ല എങ്കിൽ അവരുടെ മുഖത്തേക്ക് വെള്ളം തെളിക്കുകയും ചെയ്യുന്ന ആൾക്ക്, അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് അവർക്ക് കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുള്ള, പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. വഫിൽ മുവത്ത, ഇമാം മാലിക്കിൻ്റെ മുവത്തയിൽ കാണാം, അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് കാന യുസല്ലി മിനൽ ലൈലി മാ ശാ അല്ലാഹു വ യുസല്ലിയ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് ആ നിലക്ക്, അല്ലെങ്കിൽ എത്രയാണോ സാധിക്കുന്ന ആ നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു രാത്രി നിസ്കരിക്കാറുണ്ട്. ഹത്ത ഇദാ കാന നിസ്ഫുൽ ലൈൽ, അങ്ങനെ രാത്രിയുടെ പകുതി വരെയെല്ലാം നിസ്കരിക്കും. ഐഖല്ലാഹു ലഹു ലിസ്സലാ, അങ്ങനെ രാത്രിയുടെ പകുതി ആയിക്കഴിഞ്ഞാൽ കുടുംബത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കും. യഖൂലു ലഹും, എന്നിട്ട് അവരോട് പറയും അസ്സലാത്ത് അസ്സലാഹ്, രാത്രി നിസ്കാരം, നിസ്കരിക്ക് എന്നൊക്കെ പറയും. വയത്ലു ഹാദിഹിൽ ആയ, എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്യാറുണ്ട്. സൂറത്തു ത്വാഹയിലെ 132-ാമത്തെ ആയത്ത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നീ നിന്റെ കുടുംബത്തെ നിസ്കാരത്തിന് വേണ്ടി നിസ്കരിക്കാൻ കൽപ്പിക്കുക, അതുപോലെ തന്നെ അതിൽ സ്ഥിരതയോടുകൂടി അത് ചെയ്യുകയും ചെയ്യുക. കാനത്ത് ഇംറഅതു ഹബീബിൻ അബി മുഹമ്മദിൻ തഖൂലു ലഹു ബില്ലൈൽ, ഹബീബ് അബൂ മുഹമ്മദ് ഹബീബിൻ്റെ ഭാര്യ, സൽഫകളിൽപ്പെട്ടവരാണ് റഹിമഹുമല്ലാഹ്, അവരുടെ ഭാര്യ രാത്രി ആയിക്കഴിഞ്ഞാൽ ഹബീബിനോട് പറയും, ഖദ് ദഹബൽ ലൈൽ, രാത്രി ഇതാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വബൈന ഐദീന ത്വരീഖുൻ ബഈദ്, നമ്മുടെ മുമ്പിലുള്ളത് വിദൂരമായിട്ടുള്ള വഴിയാണ്, അഥവാ പരലോകത്തേക്ക് സ്വർഗത്തേക്കുള്ള യാത്ര. വസാദുന ഖലീൽ, നമ്മുടെ വിഭവം വളരെ കുറവാണ്. വഖവാഫിലുസ് സ്വാലിഹീന ഖദ് സാറത് ഖുദ്ദാമന, നമ്മുടെ മുമ്പിൽ അതാ സ്വാലിഹീങ്ങളുടെ യാത്രാസംഘമെല്ലാം മുന്നിട്ട് പോയിട്ടുണ്ട്. വനഹ്നു ഖദ് ബഖീന, നമ്മളിവിടെ ബാക്കിയാണ്. അഥവാ രാത്രി നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ, പരലോകത്തേക്ക് വേണ്ടി അമലുകൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചതാണ്. പിന്നീട് ചില ബൈത്തുകൾ ഇബ്നു റജബ് അൽ ഹംബലി കൊടുക്കുന്നുണ്ട്. യാ നാഇമൻ ബില്ലൈലി കം തർഖുദ് ഖും യാ ഹബീബി ഖദ് ദനൽ മൗഇദ്, രാത്രിയിൽ ഉറങ്ങുന്നവനെ നീ എത്രയാണ് ഉറങ്ങുന്നത്, എൻ്റെ സ്നേഹിത നീ എഴുന്നേൽക്ക്, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അടുത്തിട്ടുണ്ട്. വഖുദ് മിനൽ ലൈലി വൗഖാതിഹി വിർദൻ ഇദാ മാ ഹജ റുഖദു, നീ രാത്രിയുടെ സമയങ്ങളിൽ ഒരു ശീലമാക്കിക്കൊണ്ട് നീ അതിൻ്റെ ഓഹരി എടുക്കുക, അഥവാ ഉറക്കമൊഴിച്ചുകൊണ്ട് നീ ഇബാദത്ത് ചെയ്യുക. മന്നാമ ഹത്താ യൻഖളി ലൈലുഹു ലം യബ്ലുഗിൽ മൻസിൽ ഔ യജ്ഹദ്, മുഴുവൻ രാത്രി കഴിയുന്നത് വരെ ഉറങ്ങുക എന്നുള്ളത്, ഉറങ്ങുന്നവൻ അവനവൻ്റെ എത്തേണ്ട സ്ഥാനത്ത് അവൻ എത്തുകയില്ല, അവൻ പരിശ്രമിക്കാതെ എന്ന് പറയാണ്. അപ്പോൾ രാത്രി നിസ്കാരം എന്നുള്ളത് ഏത് സമയത്തും മഹത്തായിട്ടുള്ള ഇബാദത്താണ്. റമദാനിലെ പ്രത്യേകം ജമാഅത്തായിക്കൊണ്ട് തറാവീഹ് എന്ന പേരിൽ നിസ്കരിക്കപ്പെടുന്നു.
അവസാനത്തെ 10 അതുപോലെ തന്നെ ധാരാളമായി ആ രാവിനെ ഉണർത്തി ധാരാളം നിസ്കരിക്കാനും സ്വന്തം നിസ്കരിക്കാൻ മാത്രമല്ല കുടുംബത്തിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാനുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പിന്നെ അവസാനത്തെ 10മായി ബന്ധപ്പെട്ട് വന്ന മൂന്നാമത്തെ ഒരു കാര്യം വമിൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യശുദ്ദുൽ മിഅ്ദർ, അവിടുത്തെ അരക്കച്ച അല്ലെങ്കിൽ ആ അരയിലുള്ള വസ്ത്രം അത് മുറുക്കിയെടുക്കാറുണ്ടായിരുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? വഖ്തലഫു ഫീ തഫ്സീരിഹി, ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നിടത്ത് വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ഫമിൻഹും മൻ ഖാല, അതിൽ ചിലർ പറഞ്ഞു ഹുവ കിനായത്തുൻ അൻ ശിദ്ദത്തി ജിദ്ദിഹി വജ്തിഹാദിഹി ഫിൽ ഇബാദ, അത് ഇബാദത്തിൽ അതിയായി പരിശ്രമിച്ചിരുന്നു, അതിയായി പണിയെടുത്തിരുന്നു, ശ്രദ്ധിച്ചിരുന്നു, പരിശ്രമിച്ചിരുന്നു എന്നുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കിനായത്താണ്. അതിനെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ഇപ്പോൾ നമ്മൾ ചില ആളുകൾ ചില കാര്യങ്ങൾ പറയില്ല, കമാ യുഖാൽ, പറയപ്പെടുന്ന പോലെ ഫുലാൻ യശുദ്ദു വസ്തഹു വയസ്ആ ഫീ കദാ, അവൻ അരക്കെട്ട് മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്, അവൻ അരക്കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറയുമല്ലോ ഒരു പണിക്ക് കാര്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുമാണ് അതിൻ്റെ ഉദ്ദേശം. വഹാദാ ഫീഹി നവറുൻ, ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പരിശോധിക്കേണ്ട വിചിന്തനം ചെയ്യേണ്ട കാര്യമാണ്. ഫൈന്നഹ ഖാലത്ത് ജദ്ദ വശദ്ദൽ മിഅ്ദർ ഫഅതഫത് ശദ്ദൽ മിഅ്ദർ അലാ ജദ്ദിഹി, കാരണം അത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കിൽ ജദ്ദ വശദ്ദൽ മിഅ്ദർ എന്നുണ്ട്, നന്നായി പരിശ്രമിച്ചിരുന്നു, അതിനോട് ചേർത്തിക്കൊണ്ട് അരക്കെട്ട് മുറുക്കിയിരുന്നു എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ അർത്ഥം വന്നിട്ടുള്ളത്. വസ്സഹീഹു, എന്നാൽ അതിൽ ശരിയായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ അന്നൽ മുറാദ് ഇഅ്തിസാലുഹു ലിന്നിസാ, അവിടെ ശരിയായ ഉദ്ദേശം ഈ അരക്കെട്ട് മുറുക്കി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യമാരിൽ നിന്ന്, അവിടുത്തെ സ്ത്രീകളിൽ നിന്ന്, അവിടുത്തെ ഭാര്യമാരിൽ നിന്ന് ഒഴിയാറുണ്ടായിരുന്നു, മാറി നിൽക്കാറുണ്ടായിരുന്നു, അഥവാ ശാരീരികമായിട്ടുള്ള ബന്ധമില്ലാതെ ഇത്തിക്കാഫിൻ്റെ സമയത്ത് അതിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ടായിരുന്നു. വബിദാലിക ഫസ്സറഹു സലഫു അൽഅഇമ്മത്തുൽ മുതഖദ്ദിമൂൻ, അങ്ങനെയാണ് സലഫുകൾ അതിനെ തഫ്സീർ ചെയ്തിട്ടുള്ളത്, അതുപോലെ ഇമാമിങ്ങൾ. وقد كان النبي صلى الله عليه وسلم غالبا يعتكف العشر الأواخر, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും മദീനയിലെത്തിയതിന് ശേഷം എല്ലാ വർഷത്തിലും തന്നെ, ഒരു വർഷം മാത്രമാണ് സാധിക്കാതെ പോയിട്ടുള്ളത്, അത് ശവ്വാലിൽ ഇരിക്കുകയും ചെയ്തു, അല്ലാത്തപ്പോഴൊക്കെ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. വൽ മുഅ്തകിഫു മംനൂഉൻ മിൻ ഖുർബാനി നിസാഇ ബിന്നസ് വൽ ഇജ്മാഅ്, ഈ മുഅ്തകിഫ് ഇഅ്തികാഫ് ഇരിക്കുന്നവൻ സ്ത്രീകളുമായിട്ട് എന്താവുക, അടുക്കുക, അവരുമായിട്ടുള്ള ശാരീരിക ബന്ധം, ഭാര്യമാരുമായിട്ട് ആ രീതിയിൽ മുഴുകുക എന്നുള്ളത് മംനൂആണ്. ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ പാടില്ല. വഖദ് ഖാല ത്വായിഫത്തുൻ മിന സലഫി ഫീ തഫ്സീരി ഖൗലിഹി തആല, സൽഫുകൾപ്പെട്ട ധാരാളം ആളുകൾ പറഞ്ഞു ഫൽ ആന ബാശിറൂഹുൻ വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, സൂറത്തുൽ ബഖറയിലെ 187 ആയത്താണ്. നോമ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ രാത്രിയിൽ സ്ത്രീകളുമായിട്ടുള്ള ശാരീരിക ബന്ധം അനുവദനീയമാണ്. ഫൽ ആന ബാശിറൂഹുൻ, അവരുമായിട്ട് രാത്രിയിൽ നിങ്ങൾക്ക് ശാരീരിക ബന്ധവും മറ്റുമെല്ലാം ആകാമെന്ന് പറഞ്ഞതിന് വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് രേഖപ്പെടുത്തിയത് നിങ്ങൾ തേടുകയും ചെയ്യുക എന്നുള്ള ഈ ആയത്തിനെ, ഈ തേടുകയും ചെയ്യുക എന്നുള്ളതിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് പറഞ്ഞു ഇന്നഹു ത്വലബു ലൈലത്തുൽ ഖദ്രി, അത് ലൈലത്തുൽ ഖദ്റിനെ തേടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വൽ മഅന ഫീ ദാലിക അന്ന അല്ലാഹു തആല ലമ്മ അബാഹ മുബാശറത്തൻ നിസാഇ ഫീ ലയാലി സിയാം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ നോമ്പിൻ്റെ രാത്രികളിൽ ഭാര്യമായിട്ടുള്ള ശാരീരികമായി ബന്ധപ്പെടലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുവദിച്ചപ്പോൾ ഇലാ യതബയ്യനൽ ഖൈത്തുൽ അബ്യദ് മിനൽ ഖൈത്തുൽ അസ്വദ്, ഏതുവരെയാണ്? പ്രഭാതം പൊട്ടി പുടരുന്നത് വരെ, രാത്രിയിൽ നിന്ന് പ്രഭാതം ആകുന്നത് വരെ, അഥവാ കറുത്ത നൂലിൽ നിന്ന് വെള്ള നൂല് വേർതിരിയുന്നത് വരെ എന്നുള്ള അർത്ഥത്തിൽ. അമറ മഅ ദാലിക ബിത്വലബി ലൈലത്തുൽ ഖദ്ർ, അതോടൊപ്പം തന്നെ ലൈലത്തുൽ ഖദ്റിനെ തേടാൻ വേണ്ടിയും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൽ ആന ബാശിറൂഹുൻ, അത് അനുവദിച്ചുകൊണ്ടുള്ളതും വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, ലൈലത്തുൽ ഖദ്ർ തേടാൻ പറഞ്ഞുകൊണ്ടും. ലിയല്ലാ യശ്തഗിലൽ മുസ്ലിമൂന ഫീ തൂലി ലയാലി ശഹ്രി ബിൽ ഇസ്തിംതാഇൽ മുബാഹി ഫയഫൂതുഹും ത്വലബു ലൈലത്തുൽ ഖദ്ർ, അതെന്തിനു വേണ്ടിയിട്ടാണ് പ്രത്യേകം പറഞ്ഞത്? കാരണം മുസ്ലിമീങ്ങൾ ബാക്കിയുള്ള അനുവദിക്കപ്പെട്ട ആസ്വാദനങ്ങൾ മുഴുകിക്കൊണ്ട് റമളാനിൻ്റെ രാത്രികളിൽ മുഴുവനായിട്ട് തീരാതെ അവർ ലൈലത്തുൽ ഖദ്റിനെ തേടാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി അവർ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫഅമറ മഅ ദാലിക ബിത്വലബി ലൈലത്തുൽ ഖദ്രി ബിതഹജ്ജുദി മിനൽ ലൈൽ, ഫഅമറ മഅ ദാലിക ബിത്വലബി ലൈലത്തുൽ ഖദ്രി ബിതഹജ്ജുദി മിനൽ ലൈൽ, അതുകൊണ്ട് തന്നെ അതോടൊപ്പം ലൈലത്തുൽ ഖദ്റിനെ തേടാനും രാത്രിയിൽ നിസ്കരിച്ചുകൊണ്ട് തേടാനും പറഞ്ഞു. ഖുസൂസൻ ഫിൽ ലയാലിൽ മർജൂബി ഫീഹാ ലൈലത്തുൽ ഖദ്ർ, അതിൽ ഏറ്റവും പ്രത്യേകമായിട്ടുള്ളത്
ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ആ സമയത്ത്, അഥവാ റമദാനിലെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്, പ്രത്യേകിച്ചും ആ സമയത്ത്. ഫമിൻ ഹുനാ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസീബു മിൻ അഹ്ലിഹി ഫിൽ 20 മിൻ റമദാൻ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ റമദാനിലെ 20 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനോടൊപ്പം ഉണ്ടാവാറുണ്ട്. ثم يعتزل نساءه ويتفرع لطلب ليلة القدر في العشر الأواخر. അവസാനത്തെ 10 കുടുംബത്തിൽ നിന്ന് മാറി ഒറ്റക്കായിക്കൊണ്ട് ഒഴിവായി നിൽക്കാറുമുണ്ട്. അപ്പോൾ അല്ലാഹു തആല അനുവദിച്ചിട്ടുള്ള കാര്യമാണ് റമദാനിലെ രാത്രികളിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള ശാരീരിക ബന്ധം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 20 ദിവസം ഭാര്യമാരൊപ്പം ഉണ്ടാവാറുണ്ട്. പക്ഷേ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഭാര്യമാരിൽ നിന്ന് മാറി ഇഅ്തികാഫ് ഇരിക്കാറുണ്ട്. ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മംനൂ ആയിട്ടുള്ള കാര്യമാണ് ഭാര്യമാരുമായിട്ടുള്ള ശാരീരിക ബന്ധം എന്നുള്ളത്. ഇനി ഈ അവസാനത്തെ 10 ഇഅ്തികാഫിൽ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വമിൻഹാ ഇഗ്തിസാലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ ഇശാഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ കുളിക്കാറുണ്ടായിരുന്നു, അഥവാ കുളിച്ച് വൃത്തിയായി ആകാറുണ്ടായിരുന്നു എന്ന നിലക്ക്. അഥവാ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുമ്പോൾ രാത്രിയാകുമ്പോൾ അതിൻ്റെ ഒരുക്കം എന്നോണം രാത്രിയുടെ തുടക്കത്തിൽ മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ തന്നെ അതിനുവേണ്ടി നല്ല ഒരുങ്ങുന്ന അല്ലെങ്കിൽ വൃത്തിയാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇത് സലഫുകളിൽ നിന്ന് ധാരാളം ഉദ്ധരിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. വഖാല ഹമ്മാദ് ഇബ്നു സലമ റഹിമഹുല്ലാ പറയുകയുണ്ടായി, കാന സാബിത്തുൽ ബുനാനി വഹുമൈദുൻ തവീൽ يلبسان أحسن ثيابهما ويتطيبان ويطيبون المسجد بالنضوح والدخن في الليلة التي ترجى فيها ليلة القدر. ثابت البناني حميد الطويل എല്ലാം സലഫുകളിൽപ്പെട്ട വളരെ സാഹിത്യങ്ങളായിട്ടുള്ള ആളുകളായിരുന്നു, ഇബാദത്തിൽ മുഴുകിയിരുന്ന ആളുകളായിരുന്നു. അവർ ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ അവർക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുകയും നല്ല സുഗന്ധം ഉപയോഗിക്കുകയും അതുപോലെ തന്നെ മസ്ജിദിനെ സുഗന്ധം പൂശാൻ വേണ്ടി ബുഖൂർ പോലെ ഉപയോഗിക്കുന്ന നളൂഹ പോലെ, അതുപോലെ ദുഖ്ന പോലെ, ബുഖൂർ പോലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതെല്ലാം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? മസ്ജിദിൽ പുകക്കുകയും അതുപോലെ തന്നെ മസ്ജിദ് സുഗന്ധം ഉണ്ടാക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഫില്ലൈലത്തില്ലത്തി തുർജാ ഫിഹാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ആ ദിവസത്തിൽ അതാ ഒന്ന് ഒരുങ്ങാറുണ്ടായിരുന്നു. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധം ഉപയോഗിച്ച് അതിനൊരുങ്ങി നിൽക്കാറുണ്ടായിരുന്നു. വഖാല സാബിത്തുൻ അൽ ബുനാനിയു. സാബിത്ത് ബുനാനി പറഞ്ഞത് കാണാം, കാന ലിതമീം അദ്ദാരി ഹുല്ലത്തുൻ ഇശ്തറാഹാ ബിഅൽഫി ദിർഹം. തമീം അദ്ദാരി റളിയല്ലാഹു അൻഹുവിന് ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു, നല്ല ഒരു വസ്ത്രമുണ്ടായിരുന്നു. 1000 ദിർഹം കൊടുത്ത് വാങ്ങിയതാണ്. കാന യൽബസുഹാ ഫിൽ ലൈലത്തില്ലതി യുർജാ ഫീഹാ ലൈലത്തുൽ ഖദർ. കാന യൽബസുഹാ, അത് ധരിക്കാറുള്ളത് ഫിൽ ലൈലത്തില്ലതി യുർജാ ഫീഹാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രികളായിരുന്നു, അഥവാ അവസാനത്തെ 10 അല്ലെങ്കിൽ ഒന്നുകൂടിയും പ്രത്യേകമാക്കിയാൽ അതിൽ ഒറ്റ രാത്രികളിൽ. فتبين بهذا أنه يستحب في الليالي التي ترجى فيها ليلة القدر التنظف والتزين والتطيب بالغسل والطيب واللباس والحسن. ഇവിടെ വല്ലിബാസിൽ ഹസൻ, ഇവിടെ ഈ ഒരു രീതിയിൽ നിന്ന് സലഫുകളുടെയും രീതിയിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം മുസ്തഹബായിട്ടുള്ളൊരു കാര്യമാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ ഏറ്റവും നല്ല വൃത്തി ഉണ്ടാവുക, ഏറ്റവും നല്ല അലങ്കാരം, ഏറ്റവും നല്ല സുഗന്ധം, നല്ല രീതിയിൽ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. കമാ യുശ്റഉ ദാലിക ഫിൽ ജുംഇ വൽ അയാദ്. ഏതുപോലെ ജുമഅക്കും അതുപോലെ തന്നെ ഈദിൻ്റെ ദിവസങ്ങളിലുമെല്ലാം ആക്കപ്പെട്ട പോലെ പ്രത്യേകം ശറഅക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വകദാലിക യുശ്റഉ അഖ്ദു സീന ബിസ്സിയാബ് ഫി സായിരി സ്വലവാത്ത്. അങ്ങനെ ആ നിസ്കാരത്തിനും അതുപോലെ തന്നെ ഇബാദത്തുകൾക്കും ഏറ്റവും നല്ല രീതിയിലാകണം എന്നുള്ളത് കൊണ്ടാണ് എല്ലാ നിസ്കാരങ്ങൾക്കും സീനത്ത്, ഏറ്റവും നല്ല രീതിയിൽ അലങ്കാരത്തോടു കൂടി നല്ല വസ്ത്രത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നിയമമാക്കിയിട്ടുള്ളത്. കമാ ഖാല തആല, സൂറത്തുൽ അറാഫിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. ഏതൊരു മസ്ജിദിൻ്റെ സമയത്തും, രണ്ടർത്ഥമുണ്ട് മസ്ജിദിൽ നിസ്കരിക്കുമ്പോഴെന്നും അല്ലെങ്കിൽ സുജൂദ് ചെയ്യുമ്പോൾ നിസ്കരിക്കുമ്പോഴെല്ലാം, അത് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും. ചില ആളുകൾ അങ്ങനെ ധരിച്ചിട്ടുണ്ട്, മസ്ജിദ് പോകുമ്പോൾ മാത്രമാണ് നല്ല വസ്ത്രം ധരിക്കേണ്ടത് എന്നല്ല. ഇവിടെ മസ്ജിദ് എന്നുള്ളതിന് സുജൂദ് ചെയ്യുന്ന സമയം, സ്ഥലം എല്ലാം ആ അർത്ഥത്തിൽ വരും. അപ്പോൾ ഏത് സമയത്ത് നിസ്കരിക്കുകയാണെങ്കിലും
നല്ല ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത്. ചില ആളുകൾ മസ്ജിദിൽ നല്ല വസ്ത്രം ധരിച്ച് നിസ്കരിക്കാൻ പോകും, വീട്ടിലാകുമ്പോൾ മോശപ്പെട്ട വസ്ത്രങ്ങൾ വെച്ച് നിസ്കരിക്കും. രണ്ട് സമയത്തും അള്ളാഹുവിന് മുമ്പിലാണ് സുജൂദ് ചെയ്യുന്നത്, അള്ളാഹുവിന് മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൽ രണ്ടും ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏത് നിസ്കാരത്തിൻ്റെ സമയത്തും നല്ല അലങ്കാരത്തോടുകൂടി വസ്ത്രം ധരിക്കുക. വഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അല്ലാഹു അഹഖു അൻ യുതസയ്യന ലഹു, അള്ളാഹു ആണ് അലങ്കരിക്കപ്പെടാൻ, ഒരാൾ നല്ല വസ്ത്രവും ഇതെല്ലാം ധരിച്ച് നിൽക്കാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ അള്ളാഹുവാണ് എന്ന് പറയാൻ. ഇപ്പോൾ സൃഷ്ടികളാരെങ്കിലും ഇപ്പോൾ ഒരു അതിഥി വരുമ്പോൾ തന്നെ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഫ്ദുകൾ വരുന്ന സമയത്ത് ധരിക്കാൻ പ്രത്യേക വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും അർഹൻ അള്ളാഹുവാണ്. വയുർവാ അൻഹു മർഫൂഅൻ, ഇത് മർഫൂ ആയിക്കൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട് കാണാം. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ ചില കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം ഓർമ്മപ്പെടുത്തുകയാണ്. വലാ യക്മുലു തസയ്യുനു ളാഹിറു ഇല്ലാ ബിതസയ്യുനിൽ ബാത്തിൻ ബിത്തൗബത്തി വൽ ഇനാബത്തി ഇലല്ലാഹ്, ബാഹ്യമായിട്ട് അലങ്കരിക്കുക, നന്നാവുക എന്നുള്ളത് മാത്രമല്ല, അത് പൂർണ്ണമാവുകയില്ല. ഒരുവൻ്റെ ഉള്ള് അഥവാ അവൻ്റെ ഖൽബും അവൻ്റെ രഹസ്യവും എല്ലാം തൗബ കൊണ്ടും ഇനാബത്ത് കൊണ്ടും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും എല്ലാം നന്നാകാതെ പുറത്ത് നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് കൊണ്ട് അത് പൂർണ്ണമാകുന്നില്ല. തത്വഹീരിഹി മിൻ അദ്നാസി ദുനൂബി വ ഔദാരിഹ, പാപങ്ങളുടെ അതുപോലെ തന്നെ അതിൻ്റെ അനന്തര ദോഷങ്ങളുടെയും എല്ലാ അഴുക്കിൽ നിന്ന് ശുദ്ധിയാകാതെ പുറത്ത് മാത്രം നല്ല വസ്ത്രം ധരിക്കുക എന്നല്ല അതിൻ്റെ ഉദ്ദേശം. ഫൈൻ സീനത അദ്വാഹിർ മാ ഖറാബിൽ ബാത്തിൻ ലാ തുഗ്നി ഷൈഅൻ, ഉള്ള് ആകെ നശിച്ചിട്ട് പുറത്ത് മാത്രം നല്ല രീതിയിൽ അലങ്കാരം എന്നുള്ളത് ഒരു കാര്യമില്ല, അതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയാണ്. അതാ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ മുഴുവൻ പാപങ്ങളും അതുപോലുള്ള കാര്യങ്ങളാണെങ്കിലോ അതുകൊണ്ട് കാര്യമില്ല. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ അറാഫിൽ 26-ാമത്തെ ആയത്തിൽ, യാ ബനി ആദം, യേ മനുഷ്യ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, നിങ്ങൾക്കിതാ വസ്ത്രം ഇറക്കിയിട്ടുണ്ട്, യുവാരി സൗആത്തിക്കും വരീഷ, നിങ്ങളുടെ നഗ്നതകൾ മറക്കാനും നിങ്ങൾക്കൊരു പുതപ്പും സംരക്ഷണമാകുന്ന നിലക്കും, വലിബാസു തഖ്വാ ദാലിക ഖൈർ, അതോടൊപ്പം ബാഹ്യമായ ശരീരത്തിൻ്റെ ന്യൂനതകൾ മറക്കാനുള്ള സംരക്ഷണമായിട്ടുള്ള വസ്ത്രമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനോടൊപ്പം അള്ളാഹു പറയാണ്, വലിബാസു തഖ്വാ ദാലിക ഖൈറുൻ, തഖ്വയുടെ വസ്ത്രമാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്, അഥവാ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥകൾ അനുസരിച്ചു കൊണ്ടുള്ള വസ്ത്രമാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. ദാലിക മിൻ ആയാത്തില്ലാഹി ലഅല്ലഹും യദ്ദക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണത് എന്ന് പറയാം. ഒരു ബൈത്ത് കൊടുക്കുന്നുണ്ട്, ഇദൽ മർഉ ലം യൽബസ് സിയാബൻ മിനത് തുഖാ തഖല്ലബ ഉരിയാനൻ വഇൻ കാന കാസിയ, ഒരു വ്യക്തി അവൻ തഖ്വയുടെ വസ്ത്രം ധരിച്ചിട്ടില്ല എങ്കിൽ അവൻ നഗ്നനാണ്, അവൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും തഖ്വയോടുള്ള വസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു, ലാ യസ്ലുഹു ലിമുനാജാത്തിൽ മുലൂകി ഫിൽ ഖുലുവാതി ഇല്ലാ മൻ സയ്യന ളാഹിറഹു വ ബാത്തിനഹു വ തഹറഹുമാ, രാജാവിനോടുള്ള അഥവാ അള്ളാഹുവിനോടുള്ള രഹസ്യമായിട്ടുള്ള ഈ സംസാരത്തിന് അലങ്കരിക്കുക എന്നുള്ളത് അവൻ ബാഹ്യമായിട്ടും അവൻ ആന്തരികമായിട്ടും അതിനെ ശുദ്ധീകരിച്ച് ചെയ്യേണ്ടതുണ്ട്. ഖുസൂസൻ മലിക്കൽ, അത് ഒരു ഉദാഹരണം പറയാണ്, ഒരു രാജാവിനോട് രഹസ്യമായി സംസാരിക്കുന്നവൻ അങ്ങനെ ആകണം. ഖുസൂസൻ മലിക്കൽ മുലൂക്കില്ലദീ യഅലമു സിർറ വ അഖ്ഫ, പ്രത്യേകമായിട്ട് എല്ലാ രാജാക്കന്മാരുടെയും അധിപതിയായിട്ടുള്ള രാജാതിരാജൻ എന്നെല്ലാം മലയാളത്തിൽ പറയാൻ സാധിക്കുന്ന മലിക്കുൽ മുലൂക്ക്, മാലിക്കുൽ മുലൂക്ക്, മലിക്കുൽ അംലാഖ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ചും ഏറ്റവും നല്ല രീതിയിൽ അലങ്കാരത്തോടു കൂടി നിൽക്കണം. വഹുവ ലാ യൻദുറു ഇലാ സുവരിക്കും, അലങ്കാരം ഉള്ളിലും പുറത്തും വേണം. എന്നിട്ട് പറയാണ്, വഹുവ ലാ യൻദുറു ഇലാ സുവരിക്കും, അവൻ നിങ്ങളുടെ കോലത്തിലേക്കല്ല നോക്കുന്നത് അള്ളാഹു, വഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും, അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്, വഅമാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളിലേക്കും. ഫമൻ വഖഫ ബൈന യദൈഹി, ആരാണോ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുന്നത്, ഫൽയുസയ്യിൻ ലഹു ളാഹിറഹു ബിൽ ലിബാസ്, അവൻ്റെ ബാഹ്യമായിട്ടുള്ള കാര്യം നല്ല വസ്ത്രം കൊണ്ട് അവൻ അലങ്കരിക്കട്ടെ. വബാത്തിനഹു ബിലിബാസി തഖ്വ, അവൻ്റെ ഉള്ള് അവൻ്റെ രഹസ്യം തഖ്വ കൊണ്ടും അലങ്കരിക്കട്ടെ എന്ന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പോൾ എല്ലാ രീതിയിലും തൗബ ഉള്ളിനെ നന്നാക്കുന്നതും അതുപോലെയുള്ള കർമ്മങ്ങളും ഉണ്ടായിരിക്കണം, ബാഹ്യമായിട്ടുള്ള അലങ്കാരവും നല്ല വസ്ത്രവും ഉണ്ടായിരിക്കണം. അടുത്തത് ഇതേ ഫസ്ലിൽ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇഅ്തികാഫിൻ്റെ സിർറ് എന്താണ്, ഇഅ്തികാഫിനകത്തുള്ള ആ ഒരു രഹസ്യം എന്നെല്ലാം മനസ്സിലാക്കി തരുന്ന അതിനെപ്പറ്റി പരാമർശിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.